അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പെൺകുട്ടികളെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ വിവാഹം കഴിച്ചയക്കുന്നു. പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഡൈവേഴ്സ് നടക്കുന്നു. ഇന്ന് ഡൈവേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒരു പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അവളുടേതായ മനഃശാസ്ത്രമുണ്ട്. തൻ്റെ പാർട്ട്ണർ, തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കണം, കെയർ ചെയ്യണം, തനിക്ക് ആ വീട്ടിൽ ഒരു ഇടം വേണം, വേണ്ടത്ര സ്വാതന്ത്ര്യം വേണം. ഇതൊക്കെ ഓരോ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം അവൾക്ക് കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവ് തന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, തന്നെ പരിഗണിക്കാതിരിക്കുമ്പോൾ അവൾക്ക് ജീവിതത്തോട് ഒരു തരം വിരസതയാണ് ഉണ്ടാവുക. അത്തരം സാഹചര്യങ്ങളിലാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള ഒരു കേസ് എൻ്റെ അടുത്തെത്തി. 10 വർഷത്തോളം ദാമ്പത്യം മുന്നോട്ട് പോയി. എന്നാൽ ജീവിതത്തിൽ കിട്ടേണ്ട പരിഗണനയോ ശ്രദ്ധയോ ലൈംഗികമായിട്ടുള്ള ആ ഒരു സംതൃപ്തിയോ കുടുംബ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി വിവാഹമോചനം തേടിയിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബം പ്രത്യേകിച്ച് പെൺകുട്ടികളെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിഷമഘട്ടത്തിലാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണ് ഒരു വിവാഹമോചനം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കുറ്റപ്പെടുത്തുന്നതിന് ബദൽ അവളെ മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ കൂടെ നിന്നുകൊണ്ട് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു മാനസിക പിന്തുണയാണ് രക്ഷിതാവിൻ്റെ ഭാഗത്തും കുടുംബത്തിൻ്റെ ഭാഗത്തും ഉണ്ടാവേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മാനസികമായി ഒറ്റപ്പെടുന്ന, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ട്. കാരണം ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിൽ കൂടിയായിരിക്കും ഇത്തരം കുട്ടികൾ കടന്നു പോവുക. അതുകൊണ്ട് ഓരോ രക്ഷിതാവും ഇത്തരം പെൺകുട്ടികൾക്ക് കൃത്യമായ പരിഗണനയും ശ്രദ്ധയും നൽകുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്.